അല്ല ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറയാം, ചിക്കോടി പോയി ത്രിഫ്റ്റ് ചെയ്യണം. ഈ പരിപാടിക്ക് കെട്ടിയിരുന്നാളെ നിൽക്കുന്ന ആരും അതിരാവിലെ കെട്ടിയിരുന്നുള്ള നിൽക്കേണ്ട, പണി കിട്ടും. 8 മണിക്ക് ശേഷം ചിക്കോടി മാർക്കറ്റ് ഓപ്പൺ ആവും. ഇനി വന്നിട്ട് അധികം നാളായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഞങ്ങളൊരു 7 മണിയപ്പോഴേക്കൂടെ എത്തിയായിരുന്നു. അതുകൊണ്ട് വണ്ടി സേഫ് ആയിട്ട് പറിക്കാൻ പറ്റുന്ന വേറൊരു പരിപാടി നടന്നില്ല കേട്ടോ. സംഭവം ത്രിഫ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും തീറ്റ കഴിഞ്ഞുള്ള ത്രിഫ്റ്റിംഗ് നമുക്കുള്ളൂ. വടയിലാണെന്ന് തുടക്കുന്നുണ്ടെങ്കിലും പിന്നീട് പൂരിയിലേക്കും നെയ്റോസിലേക്കും എല്ലാം വ്യതിചലിച്ചു. എക്സ്പ്രഷൻ ഇട്ട് ആസ്വദിച്ച് വട കഴിക്കുന്നതാണല്ലോ. സത്യം പറയണേ, ഞങ്ങളെല്ലാം പഠിപ്പിക്കുന്ന സാറാണ് കേട്ടോ. വട ഇത്രയും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നത് ഞങ്ങൾ അറിഞ്ഞത് സാറിലൂടെയാണ് കേട്ടോ. അരവട്ട റോബിന് ഇവിടെ വന്നപ്പോഴേക്കും മുഴുവട്ടായോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും ചിക്പേഡ് മാർക്കറ്റ് ആക്റ്റീവായി. ഈ കൂട്ടി വെച്ചിരിക്കുന്ന ബാഗി പാൻസിന് എല്ലാം വെറും 100 രൂപയിലോട്ടെ. എല്ലാം ഒന്നിനൊന്നിന് മെച്ചം. നോക്കിയും കണ്ട സാധനം എടുക്കണമെന്ന് മാത്രം. കേരള പീസ് എന്ന് പറഞ്ഞാൽ ചെറുക്കാൻ വെക്കുന്ന ടീഷർട്ടിനൊക്കെ വെറും 150. അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് നല്ല അടിപൊളി വിലക്കുറവിലൂടെ ഒന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോവാം. ഐഫോണിന്റെ ഒക്കെ അഡാപ്റ്റർ വരികയാണെങ്കിൽ നൈസായിട്ട് വന്നാൽ ചൂടുവിലയ്ക്ക് സാധനം എടുത്തുകൊണ്ട് പോവാം. ഒറ്റ കാര്യം, ചെക്ക് ചെയ്യാനെന്ന ഒരു ഓപ്ഷനിലൂടെ നല്ല സാധനം കിട്ടുന്നുള്ള യോഗം ഭാഗ്യം പോലെ ഇരിക്കും. ഈ സാധനം ഉണ്ടല്ലോ, ഇവൻ 1000 രൂപയ്ക്ക് പറഞ്ഞ സാധനം അവസാനം അവന് 250 രൂപയ്ക്ക് കൊണ്ടെത്തിച്ചു കേട്ടോ. ഐഫോണിന്റെ ഒറിജിനൽ ഇയർപോഡാണ് പറഞ്ഞ് വെക്കുന്നതെങ്കിലും പക്ക ചാത്തന. ഈ പഴയ CD പ്ലെയറും ടെലിഫോണൊക്കെ എന്തിനവിടെ കൊണ്ട് വെക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്നാലും എപ്പോൾ ചിക്പേഡിൽ വന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയും. അപ്പുറത്ത് കുന്തിരിക്കം പോലിരിക്കുന്ന സാധനം ഇപ്പുറത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മുന്തിരിക്ക പോലെ എന്ന് പറഞ്ഞാൽ ഈ സാധനം വിൽക്കുന്ന ആളുണ്ട് കേട്ടോ അവിടെ. ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ 50 പൈസയൊക്കെ അവർ കൊള്ളുന്ന സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. പക്ഷെ ആ വരുന്ന ആളുണ്ടല്ലോ ചിക്പേഡ് മാർക്കറ്റ് മുഴുവൻ വാങ്ങിച്ചു. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ്. ഇതൊന്നും പോരാണ്ട് ഞങ്ങൾ നേരത്തെ 1000 രൂപ എയർപോർട്ട് 250 രൂപയ്ക്ക് വില വേശി പറഞ്ഞിട്ട് അവസാനം വാങ്ങിക്കാണ്ട് വന്ന സാധനം ചേർക്കേണ്ട വില വേശി 500 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വന്നു. ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ ചിക്പേഡിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോണ്ട് ഉമ്മാർ സഹോദരിൽ മൊത്തത്തിലൊരു മാറ്റം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. ഇല്ല കേസ് ഒന്നും പറ്റിയിട്ടില്ല. ഇച്ചിരി വലിയ കൊണ്ടതിന് വിഷയം മാത്രമാണ്. അപ്പം എല്ലാം പറഞ്ഞാലും ഓക്കെ, ബൈ.